ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു പരിപാടി ഉണ്ട്. ഇന്ന് നമ്മളുടെ ആര്യന്റെ ഒന്നുമില്ല ഗൈസ്, ആര്യയുടെ കല്യാണമാണ് അടുത്ത മാസം. നമ്മള് ഇങ്ങനെ ഈ ബ്രൈഡ് ടു ബി എന്ന് പറഞ്ഞ പരിപാടികളല്ലോ, ചടങ്ങുകളൊക്കെ, അതൊന്ന് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് ആര്യന്റെ ഒരു ബ്രൈഡ് ടു ബി ആണ്. ഓൾക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത്. അവളോട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്ക് പുറത്ത് പോയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താണ്, ഞാൻ ലാസ്റ്റ് ടൈം കുറേ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ തല കൊള്ളണില്ല. നമ്മൾ റൂമിലാണ്, അതാണ് കുക്കറിൻ്റെയൊക്കെ സൗണ്ട്. ചോറ് വെക്കണ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് ശരിക്കും കൊള്ളണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൈ കുറച്ച് പൊക്കി പിടിക്കണം. എൻ്റെ കൈ അധികം നീളല്ല. പാരമ്പര്യമായിട്ട് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ആ, അപ്പം നമ്മൾ മേടിച്ചത് ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ്. ഇത് ബ്രാൻഡാണ്. ഇതിന്റെ റേറ്റ് ഒരു 110 ഉണ്ടാവും. ഇതിന്റെ റേറ്റ് 110 ഉണ്ടാകും. അതിനകത്ത് 1, 2, 3, 4, 5 പറ്റിയത്ര പൂജയൊക്കെ കുറയ്ക്കുക, 1, 2 ഒക്കെ ഒഴിവാക്കുക. ബാക്കി എത്ര? അപ്പോ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ കൂടി ഉണ്ട്. ഇന്നലെ 3 വട്ടം അൺബോക്സിംഗ് കഴിഞ്ഞാണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അൺബോക്സിംഗ് ആണ്. എന്റെ പീ കാണട്ടെ, അവിടെ എന്റെ പീ കാണട്ടെ. നമ്മള് റോസ് ആണ് എടുത്തത്, കാരണം നമ്മൾ പെൺകുട്ടികളായതുകൊണ്ട് റോസ് അല്ലേ. പിങ്ക് ബേബി പിങ്ക്. ഇവിടെയാണ് ശരിക്കും നമ്മൾ ഫോം വെക്കേണ്ടത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. അതിലേറെ എനിക്ക് ഇഷ്ടമായത് നമ്മൾ രാത്രി തെണ്ടിത്തിരിയുന്ന വ്ളോഗ് ആയതുകൊണ്ട് ലൈറ്റ് കത്തും ഗൈസ്. ഇനി നമുക്ക് ഏത് പാതിരാത്രിയും വ്ളോഗ് ചെയ്യാം. ലൈറ്റ് ഒക്കെ ഉണ്ട്. ഒരു വട്ടം കൂടിയും നെക്കിക്കഴിഞ്ഞാൽ നല്ലോണം ലൈറ്റ് കത്തും. ഡേ ടു ഡേ എന്താണ് കുഴപ്പം? ഡേ ടു ഡേ ബ്രാൻഡ് അല്ലേ? പാവപ്പെട്ടവരുടെ ബ്രാൻഡാണ് ഡേ ടു ഡേ. അതിലൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്കും വേണമെങ്കിൽ പോയി വാങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ പോവാണ്. സമയമില്ല, നമ്മൾ ബ്രൈഡ് ടു ബിക്ക് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ബ്രൈഡ് ടു ബി സർപ്രൈസ് അല്ല, ആര്യൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അടുത്ത ആഴ്ച പോകും. ഒരു ബ്രൈഡ് ടു ബി എങ്കിലും നിങ്ങൾ നടത്തി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, നീ ഡ്രസ്സ് മാറ്റിയിട്ട് വാ, നമ്മളിവിടെ സർപ്രൈസ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ആര്യൻ്റെ ആക്ടിങ് ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് വേണം എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഓക്കെ, സിനിമയിൽ എടുക്കാൻ. അതെ. അങ്ങനെ ഗൈസ്, ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഞാൻ ഈ സ്റ്റാൻഡ് മേടിച്ചതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണോ? ചില രസമില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് ആര്യന്റെ ബ്രൈഡ് ടു ബിക്ക് പോവാണ് ഗൈസ്. ബ്ലാക്ക് ഇട്ട പ്രേതങ്ങളോ? ഗൈസ്, നമ്മളങ്ങനെ ബ്രൈഡ് ടു ബി സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് റാനിയൻ സ്വീറ്റ്സ് പറഞ്ഞ യൂണിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഗുറേറിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവിടെ സൂപ്പർ. നമുക്ക് ഗൈസ്, ഇത് യൂണിയൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഇതാണ്. ക്യാമറാമാൻ ഹസിക്കൊപ്പം റിപ്പോർട്ടർ പ്രീത. അടുത്ത ഒരു ബ്രൈഡാണ് ഇപ്പത്തെ ബ്രൈഡിന് കേക്കായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ബ്രൈഡാകുന്നത് പ്രതീക്ഷയുള്ള ബ്രൈഡ് എന്ന് പറയാം. അതെ, സൂപ്പർ അല്ലേ? നമ്മൾ വിചാരിച്ചില്ല. സെറ്റ് സമാധാനം ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ ദൈവമേ, ഈ സുനാപ്പി എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. വേഗം ഭാര്യ വരും. തള്ള വന്ന് ഊതാൻ നോക്ക് വെറുതെ. ഞാൻ ബ്ലോഗറല്ലേ, ബ്ലോഗറിനെ കൊണ്ട് ഊതാൻ പറ്റുമോ? അവിടെ വല്ല കൊട്ട വെച്ചിട്ട് ഗൈസ്, ഓൾക്ക് 4 ലെറ്റർ ഉള്ളതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു. സിബാക്കിയും അബ്ദുൽ ഖാദർ റൗത്തറൊക്കെ ആണെങ്കിൽ പെട്ടേനെ. ഇതിന്റെ പേര് വരണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? തന്നെ എനിക്ക് ബ്രൈഡ് ടു ബി വിധിച്ചിട്ടില്ല ഗൈസ്. നിനക്ക് പെണ്ണില്ല എന്നല്ല, നമുക്ക് ചെക്കനില്ലടാ. ഞാൻ കെട്ടുന്നേ ഇല്ല ഗൈസ്. ഞാൻ കെട്ടുന്നുണ്ട്. മിക്കവാറും നോക്കി ആര്യന്റെ 24-ാം തീയതിക്കുള്ള കല്യാണത്തിന് മുമ്പ് ഇവള് കെട്ടും. എല്ലാ ഗ്യാങ്ങിലുണ്ടാവും ഞാൻ കെട്ടുന്നില്ല എന്ന് പറയുന്നവർ. അവരായിരിക്കും ഏറ്റവും ആദ്യം കെട്ടുക. ഞാൻ കെട്ടുന്നുണ്ട് ഗൈസ്. കെട്ടാൻ ആഗ്രഹമുള്ളവരാണ് പ്രീതു. പക്ഷെ പ്രീതുവിന്റെ കല്യാണം ഈ അടുത്തായിട്ടൊന്നും നടക്കില്ല. എനിക്ക് കല്യാണം
പ്രീത് വളർന്നിട്ട് മതി എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും എന്റെ വീട്ടിൽ നിന്നുള്ള അഭിപ്രായം അതെ, കൊച്ചു വളർന്നതിന് ശേഷം മാത്രം കല്യാണം. മാനസികമായ വളർച്ചയാണ് പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചത്, ശാരീരികമായിട്ട് വളർച്ചയില്ല. അങ്ങനെ ഫസ്റ്റ് ഊതി വീർപ്പിച്ചത് ജിൻസിയാണ്. ജിൻസിക്ക് എക്സ്ട്രാ ഒരു കേക്ക് ഉള്ളതാണ്. അടുത്ത മത്സരം പ്രീതുവും അലീനയും തമ്മിലുള്ളതാണ്. അവളുടെ പേര് മാറ്റി പറയല്ലേ തള്ളേ, അനീനയും തമ്മിലുള്ളതാണ്. അങ്ങനെ ഗൈസ്, ഞാൻ ഈ അടുത്ത ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു എന്ത് പറ്റി വ്ളോഗറിന്, എന്ത് പറ്റി വ്ളോഗറിന്. ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, ഒരു ഷോക്ക് കൊടുത്തതിന്റെ എന്താണ്, ഒരു സ്കിൻ അലർജിയും പനിയൊക്കെ ആയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ കടന്നത്. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു സ്കിൻ അലർജി എന്നാ പറഞ്ഞത്. ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെയൊക്കെയാ പറയണത്, പക്ഷെ അങ്ങനെയല്ല. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഉമ്മ ഉറപ്പിച്ചു കണ്ണ് തട്ടിയതാണ്, നീ ഇനിയും വീഡിയോസ് ഇട്, കണ്ണ് തട്ടിയതാണ്. കണ്ണ് തട്ടാൻ മാത്രം ഒന്നുമില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ എന്നെ കണ്ണ് തട്ടും? അപ്പുറം ഇപ്പുറം ഞാൻ രണ്ടുപേരെയല്ലേ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും എന്നെ കണ്ണ് തട്ടാൻ വഴിയില്ല. ഞങ്ങൾക്ക് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരുടെ കൂടെ നടക്കുന്നത്. ഈ ഒരു 2-3 വീക്സ് വ്ളോഗ് എടുക്കുക, പോസ്റ്റ് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് വെയ്യാണ്ടാവുക, എന്നിട്ട് ഉമ്മാൻ്റെ ഒരു മന്ത്രി ചൂതലും. ഇതന്നെയായിരുന്നു റിപ്പീറ്റ്. വ്ളോഗ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക. പക്ഷെ ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഓക്കെയാണ്. 2 ദിവസമായിട്ട് ഞങ്ങളുടെ നിർബന്ധ കാരണം ഇവള് കുളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രം. ഫുള്ള് പോയി ഗൈസ്. ലിപ്സ്റ്റിക് ഹസീന്റെ ബാഗിലുണ്ടാകും. അതാ അടുത്തില്ല. ഒരു സ്റ്റാർ തരൂ. കണ്ട ഇതെടുത്ത് നന്നായിട്ട് നീ ഇവിടെ എന്നോട് പറഞ്ഞു ഇത് എടുക്കണ്ടാകും. ഇത് എന്തിനാണ് സ്റ്റാർ? കണ്ടോ മീൻകാരിയാ. ഫൈനലി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 8 months കഴിഞ്ഞു. എനിക്കൊരു 2K സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല, 2K ഫാമിലിയാണ്. അങ്ങനെ എനിക്കൊരു 2K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതേപോലെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് ആക്കി പറയുന്നുണ്ട് വീഡിയോസ് രസമുണ്ട് എന്ന്. കാണിച്ചില്ല. എല്ലാരോടും എന്താ പറയാ, മനസ്സറിന് എന്താ പറയാ പ്രീതു, മനസ്സറിന് നന്ദിയോ. അങ്ങനെ ഇന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ഇന്നെ എന്താ പറയാ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് വീഡിയോസ് രസമുണ്ട് എന്ന് പറഞ്ഞു. എന്ത് കണ്ടിട്ടാന്നൊന്നും അറിയില്ല, എന്നാലും ഒക്കെ ഭയങ്കര സന്തോഷം. കൈസ് നിനക്ക് വെക്കാനായിട്ടില്ല പുത്രി, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ വെക്കണം. മംഗളാശംസകൾ ഇതായിരുന്നു അല്ലേ? എന്തെന്ന് മംഗളാശംസകൾ അടുത്ത വർഷമാവട്ടെ. അങ്ങനെ ഫൈനലി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ആര്യ അഭിനയിക്കാനായിട്ട് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സാധനം ഞാൻ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ അല്ലേ? അതെ. അയ്യോ ഞങ്ങൾക്ക് ഈ സാധനം പൊട്ടിക്കാനുള്ളതാ. ടേക്കൊന്നും പറ്റത്തില്ല. നന്നായിട്ട് വന്നോളാം. കുറച്ച് എക്സൈറ്റ്മെന്റ് ഇടും. ഞാൻ എവിടെ പരിപാടി നിങ്ങൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഡാൻസിന്റെ പഠിച്ചതാണ്. പൊന്നാടെ എണീക്കട്ടെ. രക്തഹാരം കിട്ടിയില്ല. എടാ ഞാൻ ഭംഗിയുണ്ടോ നോക്കിട്ട് തന്നെ. കിരീടം അണിയിക്കാൻ പോവുകയാണ് ഞാന്. കിരീടം വഴുവ്. മറ്റു സാധനം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടം കേട്ട് നമ്മളുടെ ബ്രൈഡ് ടു ബി ആര്യമോൾ. ആര്യമോൾക്ക് നിങ്ങളുടെ വക എല്ലാവരും മംഗളാശംസകൾ അറിയിക്കേണ്ടതുണ്ട്. കാണിച്ചു സംഭവങ്ങളൊക്കെ. നിന്റെ സംഭവങ്ങളോ? ആര്യ. വലിയ പേരില്ലാത്തത് നന്നായി. ഓ ഇത് കൊറേ നേരം സെയിം ഡയലോഗ് പറയുന്ന കാര്യമൊക്കെ കേട്ടോ. ഇങ്ങോട്ടാണോ? ആര്യ ഇത് ഇഷ്ടായോ നിനക്ക്? ഇഷ്ടായോന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്താ എന്നോട് ഡാൻസ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാ വന്നേ. അപ്പൊ ഇവൾ ഈ കള്ളി. അപ്പൊ ഞാനാണ് എന്നെ പറഞ്ഞിരുന്നത് ഞാൻ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേനെ. ഇത് ഞാൻ മറ്റേ ഡാൻസിന് ഇടാൻ വേണ്ടിട്ട് എടുത്തിട്ട് വന്നത്. എന്നാലും ഇവരെല്ലാം എന്നെ റെഡ് ഇടാൻ പൊട്ട്. ഇവർക്ക് അങ്ങനെ നല്ല ഡ്രസ് ഇട്ടില്ലേ? കണ്ടില്ലേ
ഹാപ്പി അല്ലേ? ഹാപ്പി, ഒരുപാട് സന്തോഷം. ഇവിടെ തിളക്കത്തില് ദിലീപിനെ കാണണമെങ്കിൽ ഇവിടെ ആരാണ് ഒരു അന്തം. ഗൈസ്, എ ലവ് എച്ച്, ആര്യ ലവ് ഹസീബ. പ്രീതുവിനെ വിട്ട് പോയില്ലേ? സോറി ഗൈസ്, പ്രീതുവിന്റെ ആളാണ് ആര്യ. ഞാന് സ്റ്റാൻഡ് മേടിച്ചതുകൊണ്ട് കുറച്ചൊരു ക്യാമറ ഗേളായില്ല. ഇപ്പൊ രസമുണ്ട്. നിന്റെ ഈ പരിപാടിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ കുന്തം മേടിച്ചത്. കള്ള പറയാണ് ഗൈസ്. വായ അടച്ചു വെക്കാൻ എന്താ തരേണ്ടത്? നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അടുത്ത പുതിയ സിനിമയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. വിശക്കുണ്ട്. അതെ, ശരി. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നും, മുറിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഒന്നുമില്ല, ഇനി നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോണത് എന്തിനാന്ന് പോലും എനിക്കറിയില്ല. പ്രീതു വാങ്ങിയതാണ്. എന്താന്ന് വെച്ചാൽ ആര്യ സ്റ്റാർ ആണ്. ആര്യാണ് ഇപ്പത്തെ സ്റ്റാർ. ഞങ്ങളെല്ലാവരും സ്റ്റാറുകളാണ് കൂടെ ഉള്ളത്. കണ്ടോ, സ്റ്റാറുകൾ എല്ലായിടത്തും ആവാലോ. ഓക്കെ, ഇനി നമുക്ക് കേക്ക് കഴിക്കാം. അതാണ് അടുത്ത ലക്ഷ്യം. അല്ലേ? അതാണ് മെയിൻ ലക്ഷ്യം. അടുത്ത ലക്ഷ്യം എന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ട് വന്നു. ഇത് എന്തിനാ ഇവളുമാർ ഇത് വാങ്ങുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ സോസോട് ഗൈസ്. നമ്മള് കൂടുതൽ ശ്വാസം എന്റെ ആയിരുന്നു ഗൈസ്. ഈ നമ്മളുടെ ശ്വാസം എന്ന് പറയുന്നത് ഇവളുടെ ശ്വാസം നെഹി. അതെ, ശ്വാസം. നമ്മളെ പറയുമ്പോ നമ്മളെല്ലാരും പെടുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. 10 മിനിറ്റ് ആര്യന് സിംഗിൾ ലൈഫ് ഇനി പോയി ഗൈസ്. ഇനി ആര്യ മിങ്കിൾ ലൈഫാണ്. ഒരു കുട്ടിയൊക്കെട്ടേക്കും വരിക. ഇനി ആര്യ കുടുംബിനെയാണ് ഗൈസ്. ആര്യ കുടുംബിനെയാണ്. ഇനി നമ്മളൊക്കെ ബ്ലോഗ് ചെയ്യാനൊന്നും വരൂലായിരിക്കില്ല അല്ലേ? അതെന്താ അതെന്റെ കല്യാണം കഴിച്ചിട്ട് ബ്ലോഗ് ഞങ്ങൾ സിംഗിൾ ഫ്ലിക്സിനെ മാത്രം സിംഗിൾസ് നടന്നു പോകുമ്പോ ഞാൻ അതിന്റെ ഇടയില് പ്രശ്നമില്ലല്ലേ? ഇവിടെ വരുമ്പോ ഞാൻ സിംഗിൾ ആണ് ഗൈസ്. നാട്ടിൽ മാത്രമേ ഉള്ളൂ ഞാൻ. മറ്റേ ഇതൊന്നും കേൾക്കുന്നില്ല. ഹരിയാണ്. ആൾക്കാർ ചോദിക്കില്ല അതിന്റെ ഇടയ്ക്ക് ചെക്കനെ മാറ്റിയുണ്ട്. അപ്പോ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ ഓക്കെ ഗൈസ്, കേക്ക് മുറിക്കാൻ പോണു. എന്റെ പാടുക മംഗളാശംസകൾ. കുട്ടിക്ക് ഹാപ്പി മംഗളാശംസകൾ. ലൈഫ് മതില്ലേ? ആ ഓക്കെ. എങ്ങനെ ഹാപ്പി? ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി മാരീഡ് ലൈഫ്, അങ്ങനെ എന്തെങ്കിലും പാടുക. മംഗളങ്ങൾ പോട്ടെ. അതെ, നീ ഇതിനും പോട്ടെ, എല്ലാരും പോട്ടെ. കേക്ക് വന്നു. കേക്ക് കിട്ടിയ പിന്നെ ആരും വേണ്ട ഗൈസ്. മധുവിധുവാശംസകൾ. മംഗളാശംസകൾ. കല്ലോ ആ ഞാനും കണ്ടു. പ്ലേറ്റ് എടുക്കും, പ്ലേറ്റ് എടുക്കും. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. എന്താ ടച്ച് വെട്ടാത്ത്? എടുത്തായോ? എന്റെ അരിയിലേക്ക് വന്ന് കയറി ഒന്നുമില്ല, guys. ചെറിയൊരു കുശുമ്പ് കല്യാണം കഴിക്കാൻ ചെറുക്കനെ കിട്ടാത്തതിന്റെ അത്. ഐശ്വര്യമായിട്ട് എനിക്ക് തന്നെ തന്നാട്ടെ. ഓ, ഇനി ഐശ്വര്യനെ വേണോ നിനക്ക്? ചളി guys, ചളി. ചളി. ചളിയാണ് guys. ഇതാണ് ഈ vlog-ല് ചളി പ്രീതുവിന്റെയാണ്. കേക്ക് ഒരു രക്ഷയില്ല. കേക്ക് അടിപൊളിയാണ്. കഴിയുമ്പോഴായിരിക്കും ഇത് വീണ്ടും നമ്മൾ റിക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന അത്രയ്ക്ക് കേക്ക് ആയിട്ടില്ല അല്ലെ പ്രീതു? കേക്ക് ഉണ്ടാക്കുന്നേ പടക്കം പൊട്ടിയില്ല. ആകെ ഇപ്പൊ ഉണ്ടാക്കാൻ അറിയാം മാഗി. വേറൊരു സാധനം ഒരു കൊല്ലമായിട്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ മുട്ട വറക്കുമല്ലോ, കോയിമുട്ട ഞാൻ നല്ലപോലെ വറക്കും. ശരിയാ, മഞ്ഞളും ആ സവോള ഇട്ടിട്ട് മഞ്ഞളല്ലോ കുരുമുളക് പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടി മാത്രം ഇടും.
കേക്ക് കഴിക്കാൻ പോവാ. അതെ, കേക്ക് കഴിച്ചു. ആഹാരം മുഖ്യം. ആഹാരം കഴിച്ചു കഴിഞ്ഞു. നമ്മൾ സെലിബ്രിറ്റി ആണ് ഇവള്. അടുത്ത അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പം പോവുകയാണോ? ശരി. ഹാപ്പി മാരീഡ് ലൈഫ്. എല്ലാം തൂത്തുവരട്ടെ, വൃത്തിയാക്കിട്ടോ പോലൊക്കെ. അത് പ്രീതുവിന് മുടിയും കൊണ്ടോടെ അടിച്ചു വാരിയിട്ടേ പോവുള്ളൂ. അത് ഇവളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കണം. മടക്കി കുത്തിട്ട് ആയനെ കൊണ്ട് ഒരു ചൂട് കിടക്കേട്ടാന്ന് വൃത്തിയായിട്ട് എടുക്ക. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താ? ആര്യന്റെ ചെറുക്കനാന്ന് പറഞ്ഞാൽ മതിയാ. നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണമാണോ അതോ എനിക്ക് സത്യാവസ്ഥ അറിയണം? അതൊക്കെ സീക്രട്ടാ. കാരണം കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോ അവള് വീണ്ടും ഇവിടെ തന്നെ വരും. അതെ, ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല അങ്ങനെ ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞു. സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് ഇല്ലേ? ഇവിടെ നല്ല വൈബ്. ആരൊക്കെ ഇഷ്ടായില്ലേ സർപ്രൈസ്? ഒരുപാട് ഇഷ്ടം. നമ്മളിത് ഒരിക്കലും വിചാരിച്ചില്ലല്ലേ നമ്മള് എന്താക്കും. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ വല്ല അവിടെയൊക്കെ പോയി ചെയ്യേണ്ടി വരും നോക്കി ഓർത്തതാണ്. വെറുതെ വരുന്ന വഴിക്കൊന്ന് കയറി ചോദിച്ചു. അപ്പൊ അവര് സമ്മതിച്ചു. ഞങ്ങളിങ്ങ് പോന്നു. നമ്മളിവിടെ തന്നെ വേറെ ആരും ഇല്ല. മേലെ നമ്മൾ തന്നെ ബുക്ക് ചെയ്തു. ആകെ കേക്കിന് തന്നെ ആയിട്ടുള്ളൂ. അഥവാ നിങ്ങള് വിളിക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തുണ്ട്. നമ്മളീ മണിക്ക് വിളിച്ചോ, ഞങ്ങൾ ഇതിനോട് ഞങ്ങൾ 100% യോജിക്കുന്നു. മാർക്ക് വിളിക്കാം. സുവർണ്ണ അവസരം. നിങ്ങൾക്ക് ഇതിലേ ഒരു അവസരം വേറെ കിട്ടൂല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ വരിക, കേക്ക് മുറിക്കുമ്പോ നമ്മള് വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് വിളിക്കാം. വ്ലോഗ് എടുക്കാൻ വേണ്ടി, കേക്ക് തിന്നാൻ വേണ്ടി രണ്ടും. അങ്ങനെ ഗൈസ് നമ്മൾ പോവാണ്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇന്നത്തെ വീക്കെൻഡ് പ്രോഗ്രാം തന്നെ ഇത് തന്നെയായിരുന്നു. ആര്യക്ക് വേണ്ടി നമ്മളുടെ വീക്കെൻഡ് ദാനമായി കൊടുത്തിരിക്കുന്നു. നമ്മളുടെ സമ്മാനമാണത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ബെല്ലൊക്കെ അടിച്ചോളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലടിക്കൂ. ബെല്ലടിക്കും. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഗൈസ് ഇത്രയും സെറ്റപ്പ് ഒക്കെ ഇവിടെ ആക്കി തന്നത് ഇറാനിയൻ സ്വീറ്റ്സ് നിയർ ടു യൂണിയൻ യൂണിയൻ മെട്രോ സ്റ്റേഷൻ. സോ താങ്ക് യു സോ മച്ച്. so much. We are recommending this to everyone. Seriously. Yeah, thank you. Yeah. Nice ആയിരുന്നു guys. അടിപൊളി സർവീസ് ആയിരുന്നു. Thank you.